ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നേ. എല്ലാ ഉത്സവത്തിനും ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. സോ പതിവ് തെറ്റിച്ചില്ല, ഈ വർഷവും എന്റെ ഡാൻസ് ഉണ്ട്. പിന്നെ ഉത്സവത്തിന് ഞാൻ പോയ എല്ലാ ദിവസങ്ങളിലെയും കൂടിയുള്ള വിഷ്വൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടത്. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ സെക്കൻഡ് ഡേ ഭരതനാട്യമാണ് കളിച്ചത്. സോ അന്ന് എന്റെ ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ കുറെ വർഷമായി ഭരതനാട്യം കളിച്ച. റെയിൻകുട്ടനാണെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് മാറൂല. ഇവനാണെങ്കിൽ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ മതി. ആദ്യമൊക്കെ വരുമ്പോ ഇങ്ങനെ കുറച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ പെണ്ണുങ്ങളെ കണ്ട് അവരുടെ കൂടെ. പിന്നെ എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഞാൻ ചെന്നു കണ്ടു, അപ്പൊ തന്നെ എടുത്തു, വേറെ ഒന്നും നോക്കിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെയറും അവർ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത്, ഫേസ് ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ഓവറോൾ എൻ്റെ പാരൻസും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ധൃതിയായി. കാരണം എന്ന് വെച്ചാൽ വേഗം പോകണമല്ലോ, അമ്മയ്ക്കും അച്ഛനും വേഗം എത്തണം. പിന്നെ അവരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറേ വർഷത്തിന് ശേഷമാണ് എന്നെ ഈ രൂപത്തിൽ ധൃതി പിടിച്ച് ഓടി അവിടെ ചെന്നപ്പോഴേക്കും പരിപാടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഡാൻസിന് ഇനിയുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. അറ്റ് ലാസ്റ്റ് കളിച്ചതിന് ശേഷം നേരെ നമ്മൾ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. ലൈക്ക് കുറെ ആയല്ലോ, അപ്പോൾ നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു. പിന്നെ ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ്. ഒരു 500 സ്ലൈഡ് നമ്മുടെ തലയിലുണ്ടാവുമല്ലോ. ഇതൊക്കെ ഊതി വേഗം തന്നെ കയറി കിടന്നു. കാര്യം പിറ്റേ ദിവസം എനിക്കും വർക്കുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനും വർക്കുണ്ട്. സോ ഞങ്ങൾ നേരെ മോർണിംഗ് ആയപ്പോൾ തന്നെ നേരെ ഇറങ്ങി. അപ്പൊ ഞാൻ പോണ വഴിക്ക് അവരെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങി. അന്നും പിറ്റേ ദിവസവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4-ാം ദിവസം എൻ്റെ കഥക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അമ്മയും അനിയത്തിയും നോക്കി സഹായത്തിന് എൻ്റെ റെയിൻകുട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ ഡാൻസിന് കയറി. കാര്യം എനിക്ക് മറ്റേ ട്രോമയുണ്ട്. കാര്യം ആകെ ടയർഡായിട്ടാണല്ലോ ഭരതനാട്യം കളിച്ചത്. സുധാന പാടില്ലെന്ന് വെച്ച് കളിച്ചു. ആൻഡ് ഈ ഔട്ട്ഫിറ്റ് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ പോയത് പിറ്റേ ദിവസം ഞാൻ പോയില്ല, അമ്മ പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു നാടകം കാണാൻ. ഞാൻ ചെന്നെ കൊതുക് കടിച്ച് നാശോക്കി. അതിന് പിന്നെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ പോയത്. ആനേനെ കണ്ടു, പകൽപൂരത്തിന് ഇറങ്ങുന്നത് കണ്ടു. പിന്നെ രാത്രി ആയപ്പോൾ അമ്മയൊന്നും ഉണ്ടായില്ല, ഞാനും അച്ഛനും മാത്രം പോയി പകൽപൂരം കയറുന്നതൊക്കെ കണ്ടു. കുറച്ചു നേരം അവിടെ നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.